പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസി സഹോദരന്മാരോട്, എൻ്റെ സ്വന്തത്തോട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഊസീകും ബിതഖ്വല്ലാഹി അസ്സ വജൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഒരു മാസക്കാലത്തെ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ പകൽ മുഴുവനും വ്രതമനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് കൈനീട്ടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു ദിവസത്തെക്കുറിച്ച് യൗമുൽ ജായിസ, സമ്മാനത്തിന്റെ ദിവസം ആണ് എന്ന് പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, വിശ്വാസികളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് നോക്കിക്കൊണ്ട് അഭിമാനം പറയുമെന്ന് ഹദീസിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് എന്റെ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയും, അവർ നിന്റെ പാപമോചനമാണ് ആവശ്യപ്പെടുന്നത്, നിന്റെ മഗ്ഫിറത്ത് ആണ് ആവശ്യപ്പെടുന്നത്. മഗ്ഫിറതക വഫളലക, നിന്റെ ഔദാര്യവും നിന്റെ പാപമോചനവുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ദിവസത്തെക്കുറിച്ച് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ വിശുദ്ധമായ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുള്ള ഈ ദിവസത്തിൽ അവൻ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള നോമ്പിന്റെ വിശുദ്ധിയും പെരുന്നാളിന്റെ അനുഗ്രഹവും എല്ലാം സമ്പാദിച്ച മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോമ്പിന്റെ വിശുദ്ധി, നോമ്പിന്റെ ചൈതന്യം, ഈ ചൈതന്യത്തിന്റെ ശക്തിയിൽ, ഇതിന്റെ കരുത്തിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞ്, നോമ്പ് അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ സൂക്തത്തിലെ അവസാനത്തെ വരികളിൽ പറഞ്ഞു, ലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ വലിപ്പം പറയണം. വലിതുകബ്ബിറുല്ലാഹ, അല്ലാഹുവിനെ തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ മുസല്ലയിൽ വന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയണം എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ വലിപ്പമാണ്, അല്ലാഹുവാണ് വലിയവനെന്ന് ജീവിതത്തിൽ നിങ്ങൾ കാണിക്കണം. അത് പെരുന്നാളിന്റെ ദിവസം പ്രത്യേകിച്ച് കാണിക്കണം, അല്ലാത്ത ദിവസങ്ങളിലും കാണിക്കണം, ജീവിതത്തിലുടനീളം കാണിക്കണം. പെരുന്നാളിന്റെ ദിവസം പ്രത്യേകിച്ച് കാണിക്കണം. എന്തുകൊണ്ട്? പെരുന്നാളിന്റെ ദിവസമാണ് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട്, ആഹ്ലാദം എന്ന് പറഞ്ഞുകൊണ്ട്, ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസത്തെ നോമ്പിനെ മുഴുവനും വെള്ളത്തിലാക്കിക്കൊണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ കാട്ടിക്കൂട്ടുകയും പ്രവർത്തിക്കുകയും ധാർമ്മിക വിരുദ്ധമായി, സാൻമാർഗിക വിരുദ്ധമായി ജീവിതം നയിക്കുകയും ചെയ്യുന്നത് മിക്കവാറും പെരുന്നാൾ ദിവസങ്ങളിലായിരിക്കും. അതൊരിക്കലും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വലിപ്പവും അള്ളാഹുവിന്റെ മഹത്വവും എല്ലാ ദിവസവും നിങ്ങൾ പറയണം, പെരുന്നാളിന്റെ ദിവസം പ്രത്യേകിച്ച് പറയണം. അതാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. എന്തുകൊണ്ട്? നിങ്ങൾ ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ മുൻഗാമികളായ ജൂതന്മാരെ പോലെയോ ക്രൈസ്തവരെ പോലെയോ വെളിച്ചം ലഭിക്കാത്തവരല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പരിസരത്തുമുള്ള ഏതെങ്കിലും ശിർക്കിലും കുഫറിലും ബിദ്അത്തിലും ജീവിക്കുന്ന വഴി പഴച്ചുപോയ ആളുകളെ പോലെയല്ല നിങ്ങൾ. മറിച്ച് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദത്തിന്റെ വെളിച്ചം നൽകിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ സന്മാർഗം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. വിശുദ്ധ റമദാനിന്റെ വെളിച്ചം ഒരു മാസക്കാലം നിങ്ങളെ തലോടി കടന്നുപോയിട്ടുണ്ട്. അതാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്ത വെളിച്ചം, മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്ത സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വലിപ്പം നിങ്ങൾ അനുസ്മരിക്കണം. ഞാനാണ് ഏറ്റവും വലിയവനെന്ന് നിങ്ങൾ ഓർമ്മയിൽ വേണം. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളല്ല, ഇസങ്ങളല്ല, ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാ മൂർത്തികളല്ല, ഏതെങ്കിലും പുരോഹിതന്മാരല്ല, മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങളല്ല. ഞാനാണ് ഏറ്റവും വലിയവൻ. എന്റെ അനുഗ്രഹമാണ് ഏറ്റവും വലുത്. എന്റെ ശരീഅത്ത് നിയമങ്ങളാണ് ഏറ്റവും വലുത്. എന്റെ നിയമങ്ങളുടെ മേലെ നിങ്ങൾക്കൊരു നിയമം ഉണ്ടാകാൻ പാടില്ല. പെരുന്നാളിന്റെ അന്നും ഉണ്ടാകാൻ പാടില്ല, പെരുന്നാൾ കഴിഞ്ഞിട്ടും ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് മനുഷ്യരിൽ ഏറ്റവും വലിയവൻ. മുഹമ്മദ് നബിയുടെ മേലെ നിങ്ങൾക്കൊരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി
വസല്ലം തങ്ങൾ 23 വർഷക്കാലം ഇവിടെ അധ്യാപനം ചെയ്തിട്ടുള്ള അവിടുത്തെ പവിത്രമായ സുന്നത്തിന്റെ മേലെ നിങ്ങൾക്കൊരു സുന്നത്തുണ്ടാകാൻ പാടില്ല. നിങ്ങൾ പുത്തൻ ആചാരത്തിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ ബിദ്അത്തിന്റെ അഹ്ലുകാരാകാൻ പാടില്ല. നിങ്ങളുടെ പരിസരത്തുള്ള പലരും ബിദ്അത്തിൽ പെട്ടുപോയവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് വിരുദ്ധമായി, ഖുലഫാഉർ റാഷിദുകൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി, ഉത്തമ നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹുകൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ആചാരം എന്ന പേരിൽ, ആരാധന എന്ന പേരിൽ, കർമ്മങ്ങൾ എന്ന പേരിൽ പലതും കാട്ടിക്കൂട്ടുന്ന, വിവരമില്ലാത്ത, വിവരമുണ്ട് എന്ന് നടിക്കുന്ന പണ്ഡിത വേഷധാരികൾ നിങ്ങളുടെ ചുറ്റും ജീവിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തിന്റെ വെളിച്ചം കണ്ടവരാണ്. നിങ്ങൾ സലഫു സ്വാലിഹീങ്ങളെ മനസ്സിലാക്കിയവരാണ്. നിങ്ങൾ കേവലം സലഫികൾ എന്ന പേര് പറഞ്ഞാൽ പോരാ. ആരാണ് സലഫികൾ എന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ സലഫിന്റെ വഴി വിട്ടുകൊണ്ട് ബിദ്അത്തിന്റെ വഴിയിലേക്ക് ഒരു പെരുന്നാളിന്റെ ദിവസമോ അല്ലാത്ത ദിവസമോ മാറി ചിന്തിച്ചാൽ, വ്യതിചലിച്ചു പോയാൽ അവനെക്കാളും പരാജയപ്പെട്ടവൻ ആരുണ്ട്? അവൻ സൂര്യന്റെ വെളിച്ചത്തിൽ തടഞ്ഞു വീണവനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കിഴക്ക് ഭാഗത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചം. ഈ സൂര്യന്റെ വെളിച്ചത്തിൽ വഴി നടക്കാനറിയാതെ ചുമരിനും മതിലിനും മുട്ടിക്കൊണ്ട്, കുഴിയിൽ ചാടിക്കൊണ്ട്, ഗർത്തത്തിൽ വീണുകൊണ്ട് വാഹനവുമായി കൂട്ടിമുട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ വീണാൽ നമ്മൾ അവനെ കുറിച്ച് എന്താണ് പറയുക? അവൻ വിവരമില്ലാത്തവൻ, പമ്പര വീട്ടിയാണ് അവൻ. ഈ സൂര്യന്റെ വെളിച്ചത്തിൽ അവൻ എങ്ങനെയാണ് നിലത്ത് വീണുപോയത്? അവൻ എങ്ങനെയാണ് അപകടത്തിൽ പെട്ടുപോയത്? ഒരിക്കലും പെട്ടുപോകാൻ പാടില്ലായിരുന്നു എന്നതുപോലെയാണ് നമ്മെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിന്റെ 101-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞു, വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹി വഫീകും റസൂലു വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, വകൈഫ തക്ഫുറൂൻ, നിങ്ങൾ എങ്ങനെയാണ് ശിർക്ക് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എന്നെ ധിക്കരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എന്നെ ചെറുതായി കാണുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് പങ്കാളികളെ സങ്കല്പിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ ധിക്കരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എന്റെ ഇഷ്ടദാസന്മാരായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും സലഫു സ്വാലിഹുകളുടെയും വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്? വകൈഫ തക്ഫുറൂൻ വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹി വഫീകും റസൂലു, നിങ്ങൾ എങ്ങനെയാണ് ഔറത്ത് മറക്കാതെ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടി കലർന്നുകൊണ്ട് ജീവിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് താടി ക്ലീൻ ഷേവ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് വസ്ത്രം അനിസ്ലാമികമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് കാഫിരീങ്ങളെ പോലെ നടക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദാനധർമ്മങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് സക്കാത്ത് നൽകാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മാസക്കാലം അനുഷ്ഠിച്ച നോമ്പിന്റെ ചൈതന്യം മുഴുവനും വെള്ളത്തിൽ ഒലിപ്പിച്ച് കളയുന്നത്? വകൈഫ തക്ഫുറൂൻ, നിങ്ങൾ എങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന സൂര്യനില്ലേ? വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വേദം നിങ്ങളുടെ മുമ്പിൽ പറയപ്പെടുന്നില്ലേ? നിങ്ങൾ ഒരു മാസക്കാലം തറാവീഹ് നിസ്കാരത്തിലും അല്ലാതെയുമായി അള്ളാഹുവിന്റെ കലാം, മനുഷ്യന്റെ സംസാരമല്ല, അള്ളാഹുവിന്റെ സംസാരം, വിശുദ്ധ ഖുർആൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹു തന്റെ സംസാരം അവന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മനുഷ്യരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വേദവാക്യങ്ങൾ നിങ്ങളെ ചെവിയിൽ അലയടിക്കുന്നില്ലേ? നിങ്ങൾ എല്ലാ ദിവസവും അത് കേൾക്കുന്നില്ലേ? വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്, പോരാ വഫീകും റസൂലുഹു, അവന്റെ പ്രവാചകൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നില്ലേ? അവന്റെ പ്രവാചകൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നില്ലയോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്, ശരിയാണ്. എങ്കിൽ പോലും പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കണം. പ്രവാചകന്റെ സന്ദേശം നമ്മിലൂടെ ജീവിക്കണം. പ്രവാചകന്റെ ദാവത്ത് നമ്മിലൂടെ ജീവിക്കണം. എന്നിട്ട് നമ്മിൽ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് ഈ ലോകത്തെ മനുഷ്യ ചരാചരങ്ങൾ മുഴുവനും പ്രവാചകനെ പരിചയപ്പെടണം. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 125 കോടി ജനങ്ങൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിലപ്പുറം ജനങ്ങൾ ജീവിക്കുന്ന വലിയ ഒരു രാജ്യത്തെ മാർഗദർശനത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട മനുഷ്യ വിഭാഗമാണ് നമ്മൾ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും നേതൃപദവിയിൽ വരേണ്ടവരാണ് നമ്മൾ. നമ്മൾ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. നമ്മൾ മിഹ്റാബിൽ കയറി നിൽക്കേണ്ടവരാണ്. നമ്മൾ ജനസഞ്ചയത്തിന്റെ പിന്നിൽ പോകേണ്ടവരല്ല. നമ്മൾ പിന്തള്ളപ്പെടേണ്ടവരല്ല. നമ്മൾ പിന്നോക്ക ജാതിയിൽ പെടേണ്ടവരല്ല. നമ്മൾ മുമ്പിൽ പെടേണ്ടവരാണ്. നമ്മുടെ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബിക്ക് നൽകിയിട്ടുള്ളത് നേതൃപദവിയാണ്. വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജായിലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബിക്ക് നേതൃപദവി കിട്ടിയത് ഇബ്രാഹിം നബി നല്ല ആരോഗ്യമുള്ളവനായതുകൊണ്ടല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണാൻ സൗന്ദര്യമുള്ളവനായതുകൊണ്ടല്ല. ഇബ്രാഹിം നബിയുടെ തറവാട് മഹിമ കൊണ്ടല്ല.
നിങ്ങൾക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തറവാട് മഹിമ എന്താണ്? അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് പോലും ഈ പ്രസ്ഥാനത്തിൽ മെമ്പറല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് പോലും തൗഹീദ് മനസ്സിലാക്കിയ ആളല്ല. പിന്നെ ഇന്ന വാപ്പയുടെ മകനാണ് എന്നതിന്റെ പേരിലുള്ള ക്രെഡിറ്റ് അല്ല, അല്ലെങ്കിൽ അറബി ഭാഷ സംസാരിക്കുന്നയാളാണ് എന്നതിന്റെ പേരിലുള്ള ക്രെഡിറ്റ് അല്ല. ഇബ്രാഹിം നബിക്ക് നേതൃ പദവി അള്ളാഹു നൽകിയിട്ടുള്ളത് എന്തിന്റെ പേരിലാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹു പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണം, എന്റെ തൗഹീദ് മുറുകെ പിടിക്കണം, എന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തണം. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ആദർശത്തിൽ നിന്ന് അടിപതറാൻ പാടില്ല. സ്വന്തം സന്താനത്തെ ചോരക്കിടാവായ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ 80ാമത്തെ വയസ്സ് പ്രായത്തിൽ തനിക്ക് ആകപ്പാട് ലഭിച്ചിട്ടുള്ള ചോര പൈതലിനെ ബലി നൽകണമെന്ന് കൽപ്പന വന്നാൽ പോലും അതിന് അനുസരിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ എല്ലാ കൽപ്പനകളെയും ഇബ്രാഹിം നബി ശിരസ വഹിക്കുകയാണ്. അദ്ദേഹം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുകയാണ്. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ അദ്ദേഹം ധൈര്യം കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ഞാൻ ലോകത്തിന് മുഴുവനും നേതാവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്, സ്വത്വത്തിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് രക്ഷ വേണോ? ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് ഒരു ഭാവി വേണോ? ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് സെക്യൂരിറ്റി വേണോ? ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഇബ്രാഹിം ഖലീലുല്ലാഹി പഠിപ്പിച്ച പരിഹാരമാണ്. വകൈഫ അഖാഫു മാ അശ്റക്തും വഅൻതും ലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന. ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി ദൈവങ്ങളെ ഭയപ്പെടുന്നത്? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വിഗ്രഹങ്ങളെ ഭയപ്പെടുന്നത്? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ജാറങ്ങളെയും ദർഗകളെയും നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ശവകുടീരങ്ങളെയും ഭയപ്പെടുന്നത്? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ആരാധനാമൂർത്തികളെ ഭയപ്പെടുന്നത്? വഅൻതും ലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താന അലൈക്കും സുൽത്താന. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന പരലോക നാളിന്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാലിനെ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങളുടെ വിഗ്രഹങ്ങളെ ഞാൻ പേടിക്കണോ? നിങ്ങളുടെ ശവകുടീരങ്ങളെ ഞാൻ ഭയപ്പെടണോ? നിങ്ങളുടെ കെട്ടിപ്പൊക്കിയ ജാറങ്ങളെ ഞാൻ ഭയപ്പെടേണ്ടതില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കാണ് സെക്യൂരിറ്റി, ആർക്കാണ് സുരക്ഷിതത്വം, ആർക്കാണ് നിർഭയത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നുള്ളൂ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറയുകയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ, സലഫു സാലിഹുകളുടെ പദ്ധതിയിലൂടെ പോകുന്നവരെ, സുന്നികളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ ജീവിക്കുന്നവരെ, അല്ലാത്തവരെ, പുത്തൻവാദത്തിലേക്ക് പോയിട്ടുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ അറിയിപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു. അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. പുരോഹിതന്മാർ പറയുന്നു, ജാറത്തിന് പൂജിക്കുന്നവർ പറയുന്നു, ശവകുടീരങ്ങളിലേക്ക് പോകുന്നവർ പറയുന്നു. എന്ത് പറയുന്നു? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ തൗഹീദുള്ളവരാണ്, ഞങ്ങൾ സുന്നികളാണ് എന്ന് വരെ പറയുന്നു. നമ്മെ പോലെയുള്ള ആളുകളെ അവർ പരിഹസിക്കുന്നു. എന്നാൽ അല്ലാഹു പറയുന്നു, വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങൾ തൗഹീദുള്ളവരാണ് എന്ന് തൊള്ള കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ അവർ ശിർക്കിന്റെ യാതൊരുവിധ കലർപ്പും കൂട്ടിയിട്ടില്ല. ശിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന, ശിർക്ക് ആവാൻ സാധ്യതയുള്ള ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല, ഒരു പ്രവൃത്തി അവർ ചെയ്തിട്ടില്ല, ഒരു നീയത്ത് അവരുടെ മനസ്സിലില്ല. ബദരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവർ കാവൽ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പരലോക മോചനം ചോദിച്ചിട്ടില്ല, സന്താനങ്ങളെ ചോദിച്ചിട്ടില്ല. ശിർക്കുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവൃത്തിയും അവർ ചെയ്തിട്ടില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇന്ത്യ രാജ്യത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 20 കോടിയിലധികം വരുന്ന എന്റെ സഹോദരന്മാരെ, ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. നമ്മുടെ മുമ്പിലുള്ള വഴി ഒരേ ഒരു വഴിയാണ്. ആ വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ ബാലറ്റ് ബോക്സിലാവരുത്, നിങ്ങളുടെ പ്രതീക്ഷ രാജ്യം ഭരിക്കുന്നവരിലാവരുത്, നിങ്ങളുടെ പ്രതീക്ഷ പ്രധാനമന്ത്രിയിലോ പ്രസിഡന്റിലോ ആവരുത്, നിങ്ങളുടെ പ്രതീക്ഷ ഇവിടുത്തെ ഭരണകൂടങ്ങളിലാവരുത്. നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഭയഭക്തിയും റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ. എങ്കിലാണ് നിങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഉലൈക ലഹുമുൽ അംനു, അവർക്ക് മാത്രമാണ് സുരക്ഷിതത്വം, അവർക്ക് മാത്രമാണ് സെക്യൂരിറ്റി, അവർക്ക് മാത്രമാണ് പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്. ഉടലിൽ നിന്ന് തല തെറിച്ചു പോയാലും ആദർശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കേണ്ടി വന്നാലും പാരത്രിക ലോകത്തെ വിജയി ഞാനാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി സ്വന്തം ശരീരത്തെ വലിച്ചെറിയാൻ, സ്വന്തം സമ്പത്തിനെ വലിച്ചെറിയാൻ, സന്താനങ്ങളെ വലിച്ചെറിയാൻ, ഉടമപ്പെടുത്തുന്നതിനെ മുഴുവനും വലിച്ചെറിയാനുള്ള മനക്കരുത്ത് നിനക്ക് ലഭിക്കണോ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്ക് മാത്രമാണ് സെക്യൂരിറ്റി ഉള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞതിന് ശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാജ്യത്തെ ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ അവർ വഴിയറിയാതെ തപ്പിത്തടയുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത്, അവർക്ക് വഴി നടത്തേണ്ടത്, അവരെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കേണ്ടത്, അവരുടെ മിഹ്റാബിൽ കയറി നിസ്കരിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ അതിനുള്ള യോഗ്യത എന്താണെന്ന് അറിയുമോ? അതിനുള്ള യോഗ്യത നമ്മൾ ആദ്യം തൗഹീദുള്ളവരാവണം, നമ്മൾ ആദ്യം സുന്നികളാവണം, നമ്മൾ ആദ്യം സലഫികളാവണം. പറയുന്ന തൗഹീദിനോടും സുന്നത്തിനോടും ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൂറ് പുലർത്തുന്നതാവണം. അതാണ് ഇബ്രാഹിം നബിയുടെ കഥയിൽ പറയുന്നത്. വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മൾ ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് വഅദും മിനല്ലാഹ് വകാന വഅദുല്ലാഹി സിദ്ഖൻ വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ കരാർ, ഇൻ തൻസുറുല്ലാഹ് യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങൾ ഔഫു ബിഅഹദി ഊഫി ബിഅഹദികും, നിങ്ങൾ എന്റെ കരാർ പാലിക്കുമോ, ഞാൻ നിങ്ങളോട് ഏറ്റെടുത്തിട്ടുള്ള കരാർ തീർച്ചയായിട്ടും ഞാൻ പാലിക്കും എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് പേടിക്കണ്ട, നിരാശപ്പെടേണ്ട, ഒരു നിലക്കും നമ്മൾ ആശങ്കയിലാവേണ്ടതില്ല. പ്രശ്നങ്ങൾ നമുക്കറിയാം, ആ പ്രശ്നങ്ങളുടെ പരിഹാരവും നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ക്ഷമയോടുകൂടി സഹനശക്തിയോടുകൂടി പ്രയാസങ്ങൾ ഉണ്ടാകും. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഹക്കിനെ മുറുകെ പിടിക്കുമ്പോൾ സഹനശക്തി വേണ്ടി വരും. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. സൂറത്തു സജ്ദയുടെ 24 അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ മനഹജിലൂടെ, പ്രവാചക ശ്രേഷ്ഠരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ ഒരു സമുദായത്തെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. കേവലം ക്ഷമ ഉണ്ടായാൽ മാത്രം പോരാ, ഉറച്ച വിശ്വാസം വേണം. മരിച്ചു കഴിഞ്ഞാൽ ഖബറുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, പരലോകമുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗ്ഗമുണ്ട്. എനിക്ക് സ്വർഗ്ഗം കിട്ടണം, നരകത്തിലേക്ക് ഒരിക്കലും പോകാൻ ഞാൻ തയ്യാറല്ല എന്ന ഉറച്ച വിശ്വാസവും കൂടി ഉണ്ടായ നിലക്ക് നമ്മൾ പ്രവർത്തനത്തെ ക്രമീകരിച്ചാൽ ഇൻഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകും. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇമാമായിട്ട് നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി ഇന്നഹു ഗഫൂറുർ റഹീം. الله أكبر 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 لا إله إلا الله الله أكبر ولله الحمد. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله ربه رحمة للعالمين وقدوة للعاملين وحجة على العباد أجمعين، فهدى الله به من الضلالة وبصر به من الجهالة وجمع به بعد الشتات، صلى الله عليه وعلى آله وأصحابه وأزواجه وذرياته ومن تبع هداهم إلى يوم الدين. أيها الناس، أوصيكم ونفسي المذنبة أولا بتقوى الله، فإن التقوى وصية الله للأولين والآخرين، وهي خير وسيلة يتقرب بها العباد إلى رب العالمين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പരിശുദ്ധ റമളാനിന്റെ നോമ്പ് അവസാനിപ്പിക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു. ലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. റമളാൻ മാസം വിട പറയുമ്പോൾ എന്ത് നന്ദിയാണ് സഹോദരന്മാരെ? നോമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നന്ദിയാണോ? നോമ്പ് കഴിഞ്ഞു പോകുമ്പോൾ വിഷമമല്ലേ, ദുഃഖമല്ലേ, കരച്ചിലല്ലേ, കണ്ണുനീരൊലിക്കലല്ലേ? എന്നാൽ അല്ലാഹു പറയുന്നത് നോമ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരയേണ്ടതില്ല. നോമ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ദുഃഖിക്കുകയല്ല വേണ്ടത്, മറിച്ച് വലഅല്ലകും തഷ്കുറൂൻ. നോമ്പ് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തിനാ അൽഹംദുലില്ലാഹ്? നോമ്പിന്റെ ശക്തി, നോമ്പിന്റെ ഊർജം, നോമ്പിന്റെ ചൈതന്യം ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്ന 11 മാസക്കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ജീവിതത്തിലൂടെ കടന്നുപോയ അതിഥി
കഴിഞ്ഞുപോയ വിരുന്നുകാരൻ, നോമ്പ് എന്ന വിരുന്നുകാരൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്നോട് ചില വസിയത്തുകൾ പറഞ്ഞിരുന്നു. ആ വസിയത്തുകൾ എന്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന 11 മാസക്കാലം ഞാൻ പരിപാലിക്കും. അങ്ങനെ ഈ വിരുന്നുകാരനോടുള്ള സ്നേഹവും ബഹുമാനവും കടപ്പാടും ആദരവും ഞാൻ കാത്തു സൂക്ഷിക്കും. എന്റെ നിസ്കാരം, എന്റെ ഹജ്ജ്, എന്റെ സക്കാത്ത്, എന്റെ ഉംറ, എന്റെ ഖുർആൻ പാരായണം, എന്റെ കുടുംബ പരിപാലനം, എന്റെ ആദർശ പ്രബോധനം, എല്ലാത്തിലും നോമ്പ് എനിക്ക് നൽകിയിട്ടുള്ള കരുത്തിന്റെ, ഊർജത്തിന്റെ, ശക്തിയുടെ വെളിച്ചത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ അവൻ നന്ദിയുള്ളവനാണ്. അവൻ നോമ്പിനോട് കൂറ് പുലർത്തിയവനാണ്. അവൻ അള്ളാഹുവിനോട് കൂറ് പുലർത്തിയവനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മുനാഫിക്കുകൾ പ്രചരിപ്പിച്ചു. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബിയെ ഞങ്ങൾ കൊന്നു, മുഹമ്മദ് നബി മരിച്ചു, ഇനി നിങ്ങളുടെ പ്രസ്ഥാനം നിലനിൽപ്പില്ല, ഇസ്ലാമിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് മുനാഫിക്കുകൾ പ്രചരിപ്പിച്ചു. ആ സമയത്ത് അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാന്റെ 144 പറയുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. അല്ലാഹു പറഞ്ഞെന്താണെന്ന് അറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള പ്രവാചകന്മാരെ പോലെ തന്നെ, ആദം നബിയെ പോലെ, നൂഹ് നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലെ, അലൈഹിം ജമീഅൻ സ്വലവാത്തു റബ്ബി വസലാമുഹു, അവരെ പോലെ ഒരു നബിയാകുന്നു. നബിയായാൽ ജീവിക്കും, മരിക്കും, ചിലപ്പോൾ കൊല ചെയ്യപ്പെടും. അതുകൊണ്ട് മുഹമ്മദ് നബിയും മരിച്ചു പോകും, മുഹമ്മദ് നബിയും ഒരു പക്ഷേ കൊല ചെയ്യപ്പെട്ടു പോകാം. അതുകൊണ്ട് നിങ്ങൾക്കെന്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും. മുഹമ്മദ് നബി കൊല ചെയ്യപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമിനെ കൈയൊഴിക്കുകയാണോ? നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണോ? നിങ്ങൾ മുബ്തദികളായി ബിദ്അത്തിലേക്ക് പോവുകയാണോ? നിങ്ങൾ അനാചാരങ്ങളിലേക്ക് പോവുകയാണോ? നിങ്ങൾ മുനാഫിക്കുകളുടെ പിന്നാലെ അവർക്ക് കൈയടിക്കുകയാണോ? ആരെങ്കിലും തൗഹീദിനെ കൈയൊഴിഞ്ഞാൽ, ആരെങ്കിലും ബിദ്അത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും, മുഹമ്മദ് നബി മരിച്ചു, ഖുർആൻ ഇല്ല, അല്ലെങ്കിൽ ഇനി ഹദീസ് ഇല്ല, എല്ലാം പൂട്ടി വെച്ച് നമ്മൾ പോവുക, നമ്മൾ സ്വന്തം ജീവിക്കുക എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ഫലൻ യദുറല്ലാഹ ശൈആ, അല്ലാഹുവിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ തൗഹീദിൽ അടിയുറച്ചു നിന്നാൽ അതിന്റെ ഉപകാരം നിങ്ങൾക്കാണ്. നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പദ്ധതിയിൽ അടിയുറച്ചു നിന്നാൽ എനിക്കല്ല ഉപകാരം, നിങ്ങൾക്കാണ് ഉപകാരം, എനിക്കൊരു നഷ്ടവുമില്ല. ഫലൻ യദുറല്ലാഹ ശൈആ. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാ, അത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് എന്താ? വസയജ്സില്ലാഹു ശാകിരീൻ. നന്ദിയുള്ളവർക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകും. എന്താണ് ഈ നന്ദി എന്ന് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് വസയജ്സില്ലാഹു ശാകിരീൻ. നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ ജീവന്റെ ജീവനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിൽ എന്ത് നന്ദിയാണ്? തങ്ങളുടെ കൊലപാതകത്തിൽ അങ്ങനെ ഒന്ന് നടക്കുകയാണെങ്കിൽ എന്ത് നന്ദിയാണുള്ളത്? പക്ഷെ അല്ലാഹു പറയുന്നു വസയജ്സില്ലാഹു ശാകിരീൻ. നന്ദിയോടുകൂടി ജീവിച്ചാൽ അവർക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകും. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചാലും മരണപ്പെട്ടാലും ഞാൻ തൗഹീദിൽ അടിയുറച്ചു നിൽക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി, ഞാൻ സുന്നിയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഞാൻ കൈയൊഴിയുകയില്ല, ഞാൻ സലഫിന്റെ മാർഗത്തിലാണ്, ഞാൻ കൈയൊഴിയുകയില്ല എന്ന് അടിയുറച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കാലശേഷവും അതിനെ മുറുകെ പിടിക്കുന്നവരാരുണ്ടോ അവരാണ് നന്ദിയുള്ളവർ. എന്നതുപോലെ വിശുദ്ധ റമദാൻ കഴിഞ്ഞുപോയി, വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഇനി എനിക്ക് ഖിയാമുൽ ലൈൽ വേണ്ട, ഖുർആൻ വേണ്ട, അതുപോലെ സക്കാത്ത് വേണ്ട, തഹജ്ജുദ് വേണ്ട എന്ന് വിചാരിക്കുന്നവനാണെങ്കിൽ ഫലൻ യദുറല്ലാഹ ശൈആ, അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല. അതേ സമയത്ത് റമദാൻ എനിക്ക് നൽകിയിട്ടുള്ള ആവേശം, റമദാൻ എനിക്ക് നൽകിയിട്ടുള്ള ഊർജം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇനി വരാനിരിക്കുന്ന ജീവിതം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുമെന്ന് ആരൊക്കെയാണ് പ്രതിജ്ഞ എടുക്കുന്നത് അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു വസയജ്സില്ലാഹു ശാകിരീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാനിന്റെ ചൈതന്യം കഴിഞ്ഞുപോയ നോമ്പുകളുടെ, ഖുർആൻ പാരായണങ്ങളുടെ, തഹജ്ജുദ് നിസ്കാരങ്ങളുടെ, തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെയും ഊർജവും ആവേശവും ശക്തിയും വെളിച്ചവും ഒരിക്കലും കൈമോശം വരുത്താൻ പാടില്ല. ഇനിയുള്ള ജീവിതത്തിൽ മുഴുവനും അത് നമ്മൾ ഉയർത്തി കാണിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ മുമ്പോട്ട് ജീവിക്കുകയും ചെയ്താൽ നമ്മൾ നന്ദിയുള്ളവരാണ്. നമ്മൾ നന്ദിയുള്ളവരായാൽ വസയജ്സില്ലാഹു ശാകിരീൻ. നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാചാരങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടും തൗഹീദ് എന്തെന്ന് ഒരു നിലക്കും അറിയാത്തവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഭാഗ്യദോഷികളായ മനുഷ്യ പാരാവാരങ്ങളുണ്ട്. അവരോട് നമ്മൾ കാരുണ്യം കാണിക്കണം. ഇസ്ലാമിന്റെ കാരുണ്യം ഈ നമ്മുടെ ദാവത്ത് അവരിലേക്ക് എത്തിക്കണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും അതിനോട് കൂറ് പുലർത്താതെ ബഹുദൈവാരാധകരുടെ എന്തെല്ലാം ആചാരങ്ങളും, ജൂതന്മാരുടെ എന്തെല്ലാം സംസ്കാരങ്ങളും, ക്രൈസ്തവരുടെ എന്തെല്ലാം പ്രവർത്തന രീതികളുമുണ്ടോ അതുമായി മുന്നോട്ട് പോകുന്ന വലിയ ഒരു ജനസഞ്ചയം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുണ്ട്. അവരോട് നമുക്ക് കാരുണ്യം വേണം. അവർ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ ബദ്ധവൈരികളല്ല. അവരോട് ശത്രുതാ മനോഭാവത്തിൽ പെരുമാറാതെ അവർ നമ്മുടെ ചോരബന്ധത്തിൽപ്പെട്ടവരാണ്, നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ഭാര്യ സന്താനങ്ങളാണ്, നമ്മുടെ അയൽവാസികളാണ്, നമ്മുടെ കൂടെ കടന്നുറങ്ങുന്നവരാണ്. അവരോട് ശത്രുത കാണിക്കാൻ പാടില്ല. അവർ വൈവിട്ട് പോയവരാണ്. അവർക്ക് വളരെ സൗമ്യതയോടുകൂടി, വളരെ സഹിഷ്ണുതയോടുകൂടി അവരെ ചുമലിൽ കൈവച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി അവരെ അഹ്ലുസുന്നത്തിന്റെ വഴിയിലേക്ക്, പാതയിലേക്ക് പതുക്കെ പതുക്കെ അടുപ്പിച്ചു കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇസ്ലാമിന്റെ കാരുണ്യം വാരി കോരിക്കൊടുക്കാൻ, ഈ രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇസ്ലാമിന്റെ കാരുണ്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാരുണ്യം യാതൊരുവിധ തടസ്സവുമില്ലാതെ, ഇടതടവില്ലാതെ ചൊരിഞ്ഞു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സന്നദ്ധതയുണ്ടാവണം,
ആത്മാർത്ഥതയുണ്ടാവണം, പരിശ്രമം ഉണ്ടാവണമെന്ന് ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടും എന്റെ സംസാരം കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ സംസാരം ഉപസംഹരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم اجعلنا من عتقاء رمضان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر جيوش الموحدين وفك أسر المأسورين. اللهم انصر إخواننا المجاهدين المستضعفين في أكناف بيت المقدس وأرض غزة وفلسطين. اللهم كن لهم ولا تكن عليهم. اللهم عجل لهم بالفرج والنصر والظفر والفتح المبين. اللهم احفظ أهل غزة ونساء غزة وأطفال غزة وشيوخ غزة وجيوش غزة والمسلمين والمسلمات في أرض غزة وفلسطين. اللهم دمر أعداءك أعداء الدين من اليهود والنصارى والوثنيين المعتدين المغتصبين المتكبرين. اللهم شتت شملهم وفرق جمعهم وقلل عددهم. اللهم خيب آمالهم ونكس أعلامهم وخرب ديارهم. اللهم إنا نجعلك في نهورهم ونعوذ بك من شرورهم. اللهم اجعل الدائرة عليهم. اللهم أرنا فيهم عجائب قدرتك يا خير الناصرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. وكل عام وأنتم بخير. عيد مبارك عليكم جميعا والسلام عليكم ورحمة الله وبركاته.